ആദ്യം കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോണിലേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇതേപോലെ ഒരു ആത്മവിശ്വാസം 2019 പ്രകടിപ്പിച്ചതാണ്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 19 സീറ്റുമായി കോൺഗ്രസ് വലിയ വിജയം നേടിയപ്പോൾ അത് വരാനിരിക്കുന്ന നിയമസഭയുടെയും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ തുടർച്ചയുണ്ടാകുമെന്ന് കണക്കുകൂട്ടി അന്നത്തെ കോൺഗ്രസ് നേതൃത്വം. പക്ഷെ പിന്നീട് കണ്ടത് മലവെള്ളപ്പാച്ചിൽ പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി തരംഗമുണ്ടാകുന്നതാണ്. ഇത്തവണത്തെയും പ്രതീക്ഷ അങ്ങനെയാകുമോ? തീർച്ചയായിട്ടും ഇല്ല അരുൺ. അങ്ങനെ വരാൻ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കുകയില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ വിജയമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര വലിയ വിജയത്തിൽ ആഹ്ലാദിക്കുകയും അതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുമാത്രമല്ല, കോവിഡ് പോലെയുള്ളൊരു പാൻഡമിക് ഉണ്ടായിരുന്ന സാഹചര്യം, അതൊക്കെ ഗവൺമെൻറ്റിന് എൻകാഷ് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി വന്നപ്പോൾ കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടു എന്നുള്ളത് വാസ്തവമാണ്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, അത്തരം അനുഭവങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കവുമായിട്ട് വരുന്നത്. ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കോൺഗ്രസിന് ഉണ്ടാകുമ്പോൾ UDF ഉണ്ടാകുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ സംഭവിച്ച വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള മുന്നൊരുക്കം മാത്രമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തന്നെ നമ്മളതിനെ വിലയിരുത്തുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആൻറ്റി ഇൻകംബൻസി വലുതാണ്, സംസ്ഥാന സർക്കാരിനേക്കാൾ വലുതാണ്. കാരണം ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടത്താനുള്ള സാഹചര്യം ഇത്തരം സ്ഥാപനങ്ങൾക്കില്ല. അവരുടെ പ്ലാൻ ഫണ്ടുകളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലാകുന്നു. സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായിക്കോട്ടെ, മുനിസിപ്പൽ കോർപ്പറേഷൻ സംവിധാനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പരാജയപ്പെടുന്നതിന്റെ നിരന്തര കാഴ്ചകളാണ്. വാതിൽപ്പടി സേവനങ്ങൾ വീട്ടിലേക്ക് എത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയി കൈക്കൂലി കൊടുക്കാതെ, കാത്തു നിൽക്കാതെ വീട്ടിൽ കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുപോകാവുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലുണ്ട്. അത് പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് വോട്ടാകുമോ കോൺഗ്രസിന് വോട്ടാകുമോ? അല്ലേ, ഈ വാതിൽപ്പടി സേവനങ്ങൾ എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത്രയും പ്രഖ്യാപനങ്ങൾ മാത്രമല്ലല്ലോ. പ്രഖ്യാപനങ്ങൾ നടത്തി അതിന് 1-2 പ്രാവശ്യം സേവനങ്ങൾ കിട്ടുന്നു എന്നുള്ളതിന് അപ്പുറം ഈ ആളുകൾക്ക് ഇതെല്ലാം തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ടോ, എത്ര ആളുകൾക്ക് ഇത് പ്രാപ്യമാണ്, എത്ര ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടി എന്നുള്ളതൊക്കെ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ സംവിധാനത്തിനും എതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ വാതിൽപ്പടി സേവനങ്ങളെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പെൻഷൻ 5 മാസമായിട്ട് കിട്ടുന്നില്ല. കിട്ടാത്ത പെൻഷനാണ് വീട്ടിലെത്തിച്ച് നൽകുന്നത് പറയുന്നത്. അങ്ങനെ തന്നെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ മാലിന്യ സംസ്കരണം നടക്കാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ അത്തരം ജോലിക്ക് പോയി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതെല്ലാം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വാർത്ത നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആശുപത്രിയിൽ പാമ്പ് കടി ഏറ്റൊന്നും ഇല്ലെന്നും പറയുന്ന ഒരു തർക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് കേരളത്തിലെ ആശുപത്രിയിലും സ്കൂളുകളും നമ്പർ 1 ആണ്. കേരളത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ആണെന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഒരു ലിഫ്റ്റിൽ ഒരു മനുഷ്യൻ 1.5 ദിവസം കൊടുക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയിൽ. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ സാധാരണ മനുഷ്യർ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ജനവികാരം എന്താണെന്ന് മാനിച്ചുകൊണ്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ ക്യാമ്പ്. സംഘടനാപരമായി ഏകോപനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇന്നിപ്പോൾ CPM കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവിൽ ചേർന്ന നേതാക്കളും പങ്കുവച്ചത്. Debate with Arun Kumar.